നേരത്തെ ചോദിച്ചില്ല വെളുത്ത പുക കറുത്ത പുക, എന്റെ പ്രേക്ഷകർക്ക് കാത്തിരിക്കുന്ന ചോദ്യം തന്നെയാണ്. അതായത് മാർപ്പാപ്പ, അതായത് ഫസ്റ്റ് റൗണ്ടില് സെക്കൻഡ് റൗണ്ടിൽ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഈ ബാലറ്റ് പേപ്പർ എല്ലാം കൂടി ഒരു ഇതിലിട്ട് കത്തിക്കും. ഈ കത്തിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകതരം കെമിക്കൽ അതിനുള്ളിലിടും. അപ്പൊ ആ കെമിക്കല് കൂടി ചേരുമ്പോ ഇത് കറുത്ത പുക വരും. അപ്പൊ ഈ കറുത്ത പുക പുറത്തേക്ക് വരും. അതിനർത്ഥം അതാണ് ലോകത്തിൽ കാണാൻ പറ്റുന്ന ഏക ഇത്. യെസ്. അപ്പൊ കറുത്ത പുക വന്ന അവിടെ അതുപോലെ 5, 6, 7 പ്രാവശ്യം കറുത്ത പുക വരും. അത് 3-4 റൗണ്ട് പോയിട്ട് ഒരു സ്റ്റാഗ്നേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ആരും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല, ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുന്നില്ല വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്ന അറിയും, ഒരു കുറച്ച് നേരത്തേക്ക് അത് ഇത് നിർത്തിവെക്കും. എന്നിട്ട് അവർ കർദിനാൾമാർ ഒരുമിച്ച് കൂടിയിട്ട് പോസിബിൾ കാൻഡിഡേറ്റ് ആരൊക്കെയാണെന്നുള്ളത് അവർ ചർച്ച നടത്തും. ഗ്രൂപ്പിലെ ചർച്ച നടത്തിയിട്ട് സ്വീകാര്യനായിട്ടുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ അവർ തീരുമാനിക്കും. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളതാണ് കത്തോലിക്ക സഭ. 266 മാർപ്പാപ്പയായിരുന്നു കാലം ചെയ്തത്. ഇതാണ് അടുത്ത നടപടികൾ. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ കുറച്ചൊരു 25 വർഷങ്ങളായി ഈ TV ചാനലുകളൊക്കെ വന്ന് ഒരു വലിയ ആകാംക്ഷയായിരുന്നു, വെളുത്ത പുകയോ കറുത്ത പുകയോ. വെളുത്ത പുക വന്നാൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും, കറുത്ത പുക വന്നാൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു എന്നൊക്കെയാണ് പൊതുവിൽ ആൾക്കാർക്ക്. എങ്കിലും എന്താണ് ഈ വെളുത്ത പുക, എന്താണ് ഈ കറുത്ത പുക, അതുകൊണ്ട് വത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യമായിട്ട് ഒരു മാർപ്പാപ്പ കാലം ചെയ്തു കഴിഞ്ഞാൽ 15-നും 20-നും ഇടയ്ക്കുള്ള ദിവസങ്ങൾക്കുള്ളിൽ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ചട്ടം. അതിനെ നമ്മൾ വിളിക്കുന്നത് പേപ്പൽ കോൺക്ലേവ് എന്നാണ്. ഇപ്പോൾ ആഗോള തലത്തിൽ 252 കർദിനാൾമാരാണുള്ളത്. അത് നമ്മൾ കാർഡിനൽസ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയും. 252 മെമ്പേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ 135 പേർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ളത്. അതായത് 80 വയസ്സിന് താഴെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് 6 കർദിനാൾമാരാണ് ഉള്ളത്. ഇപ്പോൾ 6 കർദിനാൾമാരിൽ 2 പേര് ജോർജ് ആലഞ്ചേരി പിതാവ് കഴിഞ്ഞ ഈ 19-ാം തീയതി കർദിനാൾ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്തു. അതായത് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബോംബെയിൽ നിന്നുള്ള ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ഈ 2 കർദിനാൾമാർക്കും വോട്ടവകാശമില്ല, കാരണം 50 വയസ്സ് ക്രോസ് ചെയ്തു. പിന്നെയുള്ള 4 പേരാണ്. ഈ 4 പേര്, ഒന്ന് കർദിനാൾമാർ ക്ലിമീസ്, ബസിലിയസ് ക്ലിമീസ് തിരുവനന്തപുരത്ത് നിന്ന്, പിന്നെ കർദിനാൾ ജോർജ് കൂവക്കാട്, ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് കർദിനാളായ വ്യക്തിയാണ്. മാർപ്പാപ്പ നേരിട്ട് കർദിനാളെ നിയമിച്ച, ഒരു വൈദികൻ എന്ന നിലയ്ക്ക് നേരിട്ട് മാർപ്പാപ്പ നിയമിച്ചാണ് കർദിനാൾ ജോർജ് കൂവക്കാട്. പിന്നെ ഡോക്ടർ ഫിലിപ്പ് നേരി, അത് ഗോവയിൽ നിന്നുള്ള കർദിനാളാണ്. പിന്നെ അന്തോണി പൂല, അത് ഹൈദരാബാദിൽ നിന്നുള്ള ആന്ധ്രയിൽ നിന്നുള്ള ഒരു കർദിനാളാണ്. ഇവർക്ക് 4 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ഇനി ഇതിനൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ പ്രോസസ്സിനൊരു പേരുണ്ടോ? ഇംഗ്ലീഷിലോ എന്തെങ്കിലും ഒരു പേരുണ്ടോ? എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിന് പേപ്പൽ കോൺക്ലേവ് എന്നാണ് ഇതറിയപ്പെടുന്നത്. എപ്പോഴാണ് ഒരു പോപ്പ് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്? സാധാരണയായിട്ട് ഒരു മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ കർദിനാൾ കോളേജിൽ നിന്നുള്ള ഒരു കർദിനാൾ, അതിപ്പോൾ ഒരു കർദിനാൾ കെവിൻ ഫാരലാണ്. അദ്ദേഹം കാമർലിംഗോ എന്നുള്ള പേരിൽ അറിയപ്പെടും. ഈ കാമർലിംഗോ ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സും മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഒരാൾ. കാമർലിംഗോ എന്നറിയപ്പെടും. ഇപ്പൊ കെവിൻ ഫാരലാണ്. മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ കർദിനാൾ കോളേജിനാണ് അതിന് അധികാരം. അതിൽ തന്നെ ഈ കാമർലിംഗോ എന്നറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും ഇതിന്റെ പ്രോസസ്സ്, ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സും അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു ഹെഡായിട്ടിരിക്കുന്നത്. എല്ലാവരും അറിയിക്കുക. ഇപ്പൊ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഒരു വളരെയധികം കൗതുകരമായിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാമോദിസ പേരുണ്ട്, ബാപ്റ്റിസം നെയിം. ആ നെയിം 3 പ്രാവശ്യം വിളിക്കും മാർപ്പാപ്പ അടുത്ത് പോയിട്ട്. ആ 3 പ്രാവശ്യം വിളിച്ചിട്ട് അതിന് ഉത്തരം കിട്ടാതായാൽ മാർപ്പാപ്പ മരിച്ചെന്ന് സ്ഥിരീകരിക്കും. അപ്പൊ അങ്ങനെ വളരെ കൗതുകരമായിട്ടുള്ള പരമ്പരാഗതമായിട്ട് വരുന്ന കുറെ. അതിനോടൊപ്പം തന്നെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, മാർപ്പാപ്പ മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാല്യുബിൾസ് അടങ്ങുന്ന റൂം അടയ്ക്കുമെന്നും, അദ്ദേഹത്തിന്റെ ഡ്രസ്സും ഇതൊക്കെ കത്തി പെട്ടെന്ന് തന്നെ അതിന്റെ ചിഹ്നങ്ങൾ അഗ്നിക്കിരയാക്കുന്നു കേട്ടിട്ടുണ്ട്. മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുക സേതെ വെക്കേന്തെ എന്നാണ്. അതായത് ദ സീറ്റ് ഈസ് വെക്കേറ്റഡ്. ഇതിപ്പോ താങ്കൾ പറഞ്ഞ ലാറ്റിൻ ഭാഷയാണോ? യെസ്, സേതെ വെക്കേന്തെ. ആ സീറ്റ് ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അത് ലത്തീനിൽ അറിയപ്പെടുന്നത് സേതെ വെക്കേന്തെ എന്നാണ്. ദ സീറ്റ് ഈസ് വെക്കേറ്റഡ്, ബീങ് വെക്കേറ്റഡ്. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഈ 15-20 ദിവസത്തിനുള്ളിൽ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് അമ്പാടുന്നുള്ള കർദിനാൾമാര്
ഉടനെ തന്നെ ഈ വത്തിക്കാനിലെത്തും. അതായത് ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നുള്ള 6 പേർക്കും അവിടെ എത്തണം. തീർച്ചയായിട്ടും അത് 4 പേർക്കാണ് വോട്ടവകാശം ഉള്ളത്. അപ്പോൾ അവർ വന്നുകൂടും. അതിനുശേഷം മാർപ്പാപ്പയുമായി ബന്ധിച്ചുള്ള ശവസംസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം ഇവര് രഹസ്യമായിട്ട് ഒരു സിസ്റ്റൈൻ ചാപ്പലുണ്ട് വത്തിക്കാനിൽ. ആ സിസ്റ്റൈൻ ചാപ്പലിന്റെ ഉള്ളിൽ ഇവര് ഒന്നിച്ചു കൂടും. ആ സിസ്റ്റൈൻ ചാപ്പല് കർദിനാൾമാര് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്ലോസ്ഡ്. അപ്പം ഈ സിസ്റ്റൈൻ ചാപ്പലിൽ എല്ലാ കർദിനാൾമാരും എത്തുന്നു, ഇറ്റ്സ് ക്ലോസ്ഡ്. ഇനി ഈ സിസ്റ്റൈൻ ചാപ്പലിൽ പ്രവേശിച്ചാലും കർദിനാൾമാർക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഇന്റർനെറ്റ് ഇല്ല, യാതൊരു അതായത് വെറും പാനും കടലാസും മാത്രം ഉണ്ടായിരിക്കുള്ളൂ. പുറംലോകവുമായിട്ട് യാതൊരു ബന്ധമില്ല, അവർക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അവര് പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു അതികൂർമ്മ ബുദ്ധിയുള്ള ഒരു മോഡേൺ ജേർണലിസ്റ്റിന് പോലും പറ്റില്ല, സാധിക്കില്ല. ഒരിക്കലും പുറലോകമായിട്ട് മാധ്യമലോകമായിട്ട് ഒരാളായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരതിന്റെ ഉള്ളിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയാതെ അവർക്ക് അതിനുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ്? മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ഈ കർദിനാൾമാര് ഓത്ത് ഓഫ് സീക്രസി, അത് രഹസ്യ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ആ രഹസ്യ പ്രതിജ്ഞ എടുത്ത ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് ക്രമങ്ങൾ ആരംഭിക്കുന്നത്. അവിടെയുള്ള 3 കർദിനാൾമാർ അവർ ഈ ബാലറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ ഈ ബാലറ്റ് എണ്ണാനും അതിന്റെ ആ റൗണ്ടിൽ വിധി പ്രഖ്യാപിക്കാനും 3 പേരെ റാൻഡമായിട്ട് തെരഞ്ഞെടുക്കും. റാൻഡമായിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത വേറെ 3 കർദിനാൾമാർ, അപ്പൊ റാൻഡമായിട്ട് തെരഞ്ഞെടുക്കും. ഇനി ഒരു ബാലറ്റ് പേപ്പർ ഓരോ കർദിനാൾമാർക്കും ഓരോ ബാലറ്റ് പേപ്പർ കൊടുക്കും. ആ ബാലറ്റ് പേപ്പറിൽ അവർ സ്വയം ആ പേര് എഴുതിയ ശേഷം അത് ഒരു അതായത് ഒരു നമ്മുടെ ഫ്ലവർ വേസിൽ വലിയൊരു ഒരു ചട്ടി പോലെ ഒരു ഇതുണ്ട്, അത് ഒരു തലമേൽ ഇട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും ഓരോ കർദിനാൾമാരും. എല്ലാവരും ഇട്ട ശേഷം ആ ഇതെല്ലാം എടുത്ത് അതിൻ്റെ ആ റൗണ്ടിൽ ആർക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് ഈ 3 റാൻഡമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾമാർ ഇത് പ്രഖ്യാപിക്കും. എത്ര പേർക്ക് എത്ര വോട്ട് കിട്ടി ഫസ്റ്റ് റൗണ്ടിൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ പറയും. അതിനുശേഷം അപ്പൊ ചിലപ്പോ ഒന്നാമത്തെ റൗണ്ടില് തെരഞ്ഞെടുപ്പ് നടക്കില്ല. എത്ര പെർസെന്റേജ് വേണം? 2/3 ഭൂരിപക്ഷം വേണം. 2 ഭൂരിപക്ഷം വേണം. 2/3. അതില്ലെങ്കിൽ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ്. അതില്ലെങ്കിൽ വീണ്ടും 5, 6, 7, 8, 9, 10 റൗണ്ട് വരെ പോവാം. ഒരു ദിവസം 4 റൗണ്ട് പാടുള്ളൂ. 2 റൗണ്ട് വോട്ടിംഗ് മോർണിംഗ്, 2 റൗണ്ട് വോട്ടിംഗ് ഈവനിങ്. ഒരു ദിവസം 4. അതായത് എല്ലാ വോട്ടിംഗ് ഒരേപോലെ തന്നെ, ഒരേപോലെ 4 റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ചില വോട്ടിങ്ങിന് നമ്മൾ കാണാറുണ്ട് അവസാനം കിട്ടിയ ആൾക്കാരെ ഒഴിവാക്കുന്നു, അങ്ങനത്തെ പ്രശ്നം. ഇപ്പൊ 10 പേരെ ഏറ്റവും 10ാമത്തെ അങ്ങനെയില്ല. അപ്പൊ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കായി വോട്ടിംഗ് പ്രോസസ്സ് സെയിം ആയിട്ട് തന്നെ തുടർന്ന് പോകും. ഒരു ദിവസം 4 പ്രാവശ്യം മാത്രമേ ഉള്ളൂ, മാത്രമേ മോർണിംഗ് 2, ഈവനിങ് 2. ഇനി നേരത്തെ ചോദിച്ചില്ല വെളുത്ത പോക കറുത്ത പോക. എന്റെ പ്രേക്ഷകർക്ക് കാത്തിരിക്കുന്ന ചോദ്യം തന്നെയാണ്. അതായത് മാർപ്പാപ്പ, അതായത് ഫസ്റ്റ് റൗണ്ടില് സെക്കൻഡ് റൗണ്ടിൽ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഈ ബാലറ്റ് പേപ്പർ എല്ലാം കൂടി ഒരു ഇതിലിട്ട് കത്തിക്കും. ഈ കത്തിക്കുമ്പോൾ ഒരു പ്രത്യേകത കെമിക്കൽ അതിനുള്ളിടും. അപ്പൊ ആ കെമിക്കല് കൂടി ചേരുമ്പോ ഇത് കറുത്ത പക വരും. അപ്പൊ ഈ കറുത്ത പക പുറത്തേക്ക് വരും. അതിനർത്ഥം അതാണ് ലോകത്തിന് കാണാൻ പറ്റുന്ന ഏക ഇത്. അപ്പൊ കറുത്ത പക വന്ന അവിടെ അതുപോലെ 5, 6, 7 പ്രാവശ്യം കറുത്ത പക വരും. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ റോമിലേക്ക് ഇത്ര കാശ് കൊടുത്തിട്ടൊക്കെ റിപ്പോർട്ടർമാരൊക്കെ വിടുന്ന സ്ഥാപനങ്ങൾക്ക് എത്ര പ്രാവശ്യം കറുത്ത പോകുന്ന നിരാശയാണല്ലോ. 3-4 റൗണ്ട് ഇങ്ങനെ 3-4 റൗണ്ട് പോയിട്ട് ഒരു സ്റ്റാഗ്നേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ആരും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല, ആർക്കും വ്യക്തമായി ഭൂരിപക്ഷം കിട്ടുന്നില്ല വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്ന അറിയും, ഒരു കുറച്ച് നേരത്തേക്ക് അത് ഇത് നിർത്തിവെക്കും. എന്നിട്ട് അവര് കർദിനാൾമാർ ഒരുമിച്ച് കൂടിയിട്ട് പോസിബിൾ കാൻഡിഡേറ്റ് ആരൊക്കെയാന്നുള്ളത് അവര് ചർച്ച നടത്തും. നമുക്കറിയാം ഇപ്പോൾ ഇറ്റലിയിൽ തന്നെ 51 കർദിനാൾമാരുണ്ട്, ഇറ്റലി മാത്രം. അപ്പൊ അങ്ങനെ ലാറ്റിൻ അമേരിക്ക അങ്ങനെ സ്ഥലങ്ങളിലെ 30. അപ്പൊ ഈ ഗ്രൂപ്പിലെ ചർച്ച നടത്തിയിട്ട് സ്വീകാരനായിട്ടുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ അവർ തീരുമാനിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് സാധാരണ 2-3 നമുക്കറിയാം ഓരോ വോട്ടിങ്ങിലും 2-3 പേരുടെ പേര് ഇങ്ങനെ വരും. ഇപ്പൊ ഇപ്പോഴത്തെ മാർപ്പാപ്പ തന്നെ ഈ ബെനഡിക്ട് 16 മാർപ്പാപ്പ ആയപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അത്രയും വോട്ട് ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാല് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു ദൈവികമാണ്, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് കറുത്ത പുക വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും റൗണ്ടുകൾ ഇങ്ങനെ പോകും. ചിലപ്പോൾ 3-4-5 റൗണ്ടിനുള്ളിൽ തെരഞ്ഞെടുക്കപ്പെടും. കാരണം അപ്പോഴേക്കും ഇപ്പോഴത്തെ ആധുനിക യുഗത്തില് അതായത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നേരത്തെ തന്നെ ഇപ്പൊ ഈ കാരണം അവർ കൂടുമ്പോൾ അവർക്ക് അറിയാം ആർക്കാണ് വോട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രോസസ്
നീണ്ടു, പ്രോസസ് നീളാം. ഒരുപക്ഷെ നമുക്കറിയാം പെട്ടെന്നൊന്നും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഇപ്പൊ ഈ 135 കർദിനാൾമാർ തമ്മിൽ ഒരുപക്ഷെ അറിയാമായിരിക്കില്ല. കാരണം അവർ അധികം ക്ലോസ് ഉണ്ടായിരിക്കില്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതനുസരിച്ച് ഇത് നീളുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് നിർത്തിവെച്ച് അവിടെ തന്നെ നിർത്തിവെച്ച് ഇവര് പ്രാർത്ഥനയിലേക്ക് പോകും. ഞാൻ സാധാരണ കാണുന്നുണ്ട്. അതായത് പുറത്ത് നമ്മൾ കേൾക്കുന്ന പേരുകൾ ഒരിക്കലും മാർപ്പാപ്പമാരാവാറില്ല. ഇത് പാരമ്പര്യമായിട്ട് ഇതിങ്ങനെ വന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ യാതൊരു തരത്തിലുള്ള വെള്ളച്ചാക്കൽ ഒന്നും ഇതിങ്ങനെ പോകും. ഇനി മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോട് ചോദിക്കും, വെദർ യു അക്സെപ്റ്റ് ഇറ്റ്, നിങ്ങളിത് സ്വീകരിക്കുന്നുണ്ടെന്ന് അവിടെ പോയി വിശുദ്ധ ദിവസം തൊട്ട് സത്യം ചെയ്ത് ഓത്തെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർപ്പാപ്പയെ വെസ്റ്റമെൻസ് ധരിപ്പിക്കും. കാമറലിഗോ വന്നിട്ട് മറ്റുള്ള സീനിയർ വെസ്റ്റമെൻസ് അദ്ദേഹത്തിന്റെ അധികാര ചിഹ്നങ്ങളെല്ലാം അണിയിച്ച് അദ്ദേഹത്തെ അത് അവരോധിക്കുന്നു. പിന്നെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് ലോകത്തിന് അപ്പൊ അറിയില്ല. പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ ഈ പുതിയ മാർപ്പാപ്പയും കാമറലിഗോയും കാർഡിനൽ ഇലക്ട്രൽ കോളേജിൽ സീനിയർ കർദിനാൾമാരും ഒരുമിച്ച് കാമറലിഗോ വന്ന് അടുത്ത് നിൽക്കും. പിന്നെ ഏറ്റവും മുതിർന്ന കർദിനാൾ വന്ന് നിന്ന് ഹബെമുസ് പാപ്പ ബിഹേവ് പോപ്പ് എന്ന് അവർ പറയും. അതിനർത്ഥം നമുക്കൊരു പുതിയ പോപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പുതിയ പേരെടുക്കും. അപ്പൊ നേരത്തെ മാർപ്പാപ്പയുടെ പേര് ജോർജ് മാരിയോ ബെർഗോളിയോ എന്നായിരുന്നു. ആ പേര് മാറ്റിയ ആ പോപ്പ് ഒരു പുതിയ പേര് സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്ന സമയത്ത് ആ പേരിലായിരിക്കും അവിടെ അനൗൺസ് ചെയ്യുന്നത്. പിന്നെ ഉറുബത്തോയിലും ആ ഒരു സന്ദേശം, ഒരു ബ്ലെസ്സിങ്, ആ നഗരത്തിന് ബ്ലെസ്സിങ് കൊടുക്കും. അത് അവിടെ അനൗൺസ് ചെയ്യും. ഊർബത്തോയിൽ ഒരു പുതിയ ബ്ലെസ്സിങ്, മാർപ്പാപ്പയുടെ ഒരു ബ്ലെസ്സിങ് ആ നഗരത്തിന് ഒന്നുമില്ല. ആ വത്തിക്കാനും അവർ അനൗൺസ് ചെയ്യും, ഒരു ബ്ലെസ്സിങ് കൊടുക്കും. ജസ്റ്റ് ഒരു പ്രാർത്ഥന ബ്ലെസ്സിങ് കൊടുത്തിട്ട് അവിടെ പോകും. ഇതാണ് പ്രോസസ്. തെരഞ്ഞെടുക്കുന്ന പാപ്പൽ കോൺക്ലേവിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ വളരെ പറഞ്ഞു. വിദൂരമാണ് കറുത്ത മാർപ്പാപ്പയെ വരിക എന്നുള്ളത്. വളരെ ആധുനികമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന സഭയാണ്. എങ്കിലും ഒരു കൺസർവേറ്റീവിസം, ഒരു യാഥാസ്ഥിതികത്വം സഭയിലുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ ഒരു കറുത്ത പാപ്പ, ഒരു കർദിനാളിന്റെ പേര് റോബർട്ട് സാർ എന്ന് പറഞ്ഞ കർദിനാളിന്റെ പേര് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും മാർപ്പാപ്പയാവും. ലാറ്റിൻ അമേരിക്കയിൽ നിന്നായിരുന്നു കഴിഞ്ഞ മാർപ്പാപ്പ. ഉറപ്പായിട്ടും ഒരു ഭൂരിപക്ഷ രാജ്യത്ത് നിന്ന് വരണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ തന്നെ ഇറ്റാലിയൻ കർദിനാൾ സംഘത്തിൽ 51 പേരുണ്ട്. പക്ഷെ ബാക്കിയുള്ള 135 പേരാണ്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ എവിടെ നിന്ന് വേണമെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്നായിരുന്നു. അപ്പൊ ആർക്ക് വേണമെങ്കിലും, അതായത് അവിടെ അവർക്ക് നമുക്കറിയാം, അവിടെ അവരുടെ മനസ്സിൽ ഒരാളുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവിടെ ഇല്ലെങ്കിലും ഒരുപക്ഷെ അവിടത്തെ കർദിനാൾമാർക്ക് ഓരോ ദിവസം ധ്യാനങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പൊ അതിന് ചില കർദിനാൾമാർ പ്രസംഗിക്കും, അവരുടെ നയം വ്യക്തമാക്കും. ചിലപ്പോൾ കർദിനാൾമാർക്ക് തോന്നാണ് ഇദ്ദേഹം ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ ഈ നമ്മുടെ ഫ്രാൻസ് മാർപ്പാപ്പ അങ്ങനെ പ്രസംഗിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹം അവിടെ എടുത്ത് പറഞ്ഞത് പാവങ്ങളോടുള്ള സമീപനം പറഞ്ഞു. അപ്പൊ ചില കർദിനാൾമാർക്ക് ഇഷ്ടമായി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കി. അപ്പൊ ചിലപ്പോ അവിടെ വെച്ച് തന്നെ ഒരു ഡിസിഷൻ വരും. നേരത്തെ ഡിസിഷൻ ആയിരിക്കില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടയാളപ്പെടുത്താൻ പോകുന്ന ലോകത്ത് ഒരു സഭയുടെ നേതാവായിട്ട് മാത്രമല്ല, സംവിധാനത്തിന്റെ ഒരു വെള്ളരി പ്രാവ അവസാന നിമിഷങ്ങളിൽ പോലും പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലാണ്. 100% ശരിയാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രൈസ്തവരുടെ മാത്രം പാപ്പയല്ല. അദ്ദേഹം ലോകത്തിന്റെ തന്നെ ഒരു സമാധാനത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി ഈ ലോകത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മരണം വരെ ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം മരണക്കിടക്കിൽ കിടക്കുമ്പോൾ പോലും ഗാസയിലെ അഭയാർത്ഥികളോട് അദ്ദേഹം ഫോണിൽ സംവദിക്കുമായിരുന്നു, മരണക്കിടക്കിൽ പോലും. അപ്പോൾ അദ്ദേഹം പാവങ്ങളോട് ഇത്ര അധികം സ്നേഹമുണ്ടായ മാർപ്പാപ്പയെ ഞാൻ കണ്ടിട്ടില്ല.